ശാന്തി 5/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിലൂടെ തന്നെയാണ് ബാറ്ററി ചാർജ് ആകുന്നത്, ശക്തി ലഭിക്കുന്നത്, ആത്മാവ് സദോ പ്രധാനം ആകുന്നത്. അതിനാൽ ഓർമ്മയുടെ യാത്രയിൽ വിശേഷ അറ്റൻഷൻ നൽകൂ. ചോദ്യം: ഏത് കുട്ടികൾക്ക് ഒരു ബാബയോട് സ്നേഹമുണ്ടോ? അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അഥവാ ഒരു ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ബാബയുടെ ദൃഷ്ടി അവരെ സംതൃപ്തമാക്കും. അവർ പൂർണ്ണമായും നഷ്ടോമോഹ ആയിരിക്കും. ആർക്ക് പരിധിയില്ലാത്ത ബാബയുടെ സ്നേഹം ഇഷ്ടമായോ അവർ മറ്റാരുടെയും സ്നേഹത്തിൽ കുടുങ്ങുകയില്ല. അവരുടെ ബുദ്ധി അസത്യഖണ്ഡത്തിലെ അസത്യ മനുഷ്യരിൽ നിന്നും വേർപെടുന്നു. ബാബ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹം നൽകുന്നു. അത് അവിനാശിയായി മാറുന്നു. സത്യയുഗത്തിലും നിങ്ങൾ പരസ്പരം വളരെ സ്നേഹത്തോടെ കഴിയുന്നു. ഓം ശാന്തി. പരിധിയില്ലാത്ത ബാബയുടെ സ്നേഹം ഇപ്പോൾ ഒരേ ഒരു തവണ കുട്ടികളായ നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ സ്നേഹത്തെ ഭക്തിയിലും വളരെയധികം ഓർമ്മിക്കുന്നു. ബാബ, അങ്ങയുടെ മാത്രം സ്നേഹം മതി. നീ മാതാവും പിതാവുമാണ്. നീ തന്നെയാണ് സർവസ്വവും. ഒന്നിൽ നിന്ന് തന്നെ പകുതി കൽപ്പത്തേക്ക് സ്നേഹം ലഭിക്കുന്നു. നിങ്ങളുടെ ഈ ആത്മീയ സ്നേഹത്തിൻ്റെ മഹിമ അപാരമാണ്. ബാബ തന്നെയാണ് കുട്ടികളായ നിങ്ങളെ ശാന്തിധാമത്തിൻ്റെ അധികാരിയാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ദുഃഖധാമത്തിലാണ്. അശാന്തിയിലും ദുഃഖത്തിലും എല്ലാവരും നിലവിളിക്കുന്നു. നാഥനും യജമാനനും ആർക്കും തന്നെയില്ല. അതിനാൽ ഭക്തിമാർഗത്തിൽ ഓർമ്മിക്കുന്നു. എന്നാൽ നിയമമനുസരിച്ച് ഭക്തിക്കും പകുതി കൽപ്പം സമയമുണ്ട്. ബാബ അന്തര്യാമിയല്ല എന്നത് കുട്ടികൾ മനസ്സിലാക്കി. ബാബയ്ക്ക് എല്ലാവരുടെയും ഉള്ളിലുള്ളത് അറിയേണ്ട ആവശ്യമേ ഇല്ല. ആ തോട്ട് റീഡേഴ്സ് ഉണ്ട്. അവരും ഈ വിദ്യ പഠിക്കുന്നു. ഇവിടെ ആ കാര്യമേ ഇല്ല. ബാബ വരുന്നു. ബാബയും കുട്ടികളും തന്നെയാണ് ഈ മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നത്. ബാബയ്ക്കറിയാം സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു, അതിൽ കുട്ടികൾ എങ്ങനെ പാർട്ട് അഭിനയിക്കുന്നു. ആ ഒന്ന് ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് അറിയുന്നു എന്നല്ല. ഇത് രാത്രിയിൽ മനസ്സിലാക്കിച്ചു തന്നിരുന്നു. ഓരോരുത്തരുടെയും ഉള്ളിൽ വികാരം തന്നെയാണുള്ളത്. വളരെ മോശമായ മനുഷ്യരാണ്. ബാബ വന്ന് പുഷ്പങ്ങളാക്കുന്നു. ബാബയുടെ ഈ സ്നേഹം കുട്ടികളായി നിങ്ങൾക്ക് ഒരേ ഒരു തവണയാണ് ലഭിക്കുന്നത്. അത് പിന്നെ അവിനാശിയാകുന്നു. അവിടെ നിങ്ങൾ അന്യോന്യം വളരെയധികം സ്നേഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മോഹജീത് ആയിക്കൊണ്ടിരിക്കുന്നു. സത്യുഗി രാജ്യത്തെ മോഹജീത് രാജാവിൻ്റെയും റാണിയുടെയും പ്രജയുടെയും രാജ്യം എന്ന് പറയുന്നു. അവർ ഒരിക്കലും കരയുന്നില്ല. ദുഃഖത്തിൻ്റെ പേരേയില്ല. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, തീർച്ചയായും ഭാരതത്തിൽ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല. കാരണം ഇപ്പോൾ രാവണ രാജ്യമാണ്. ഇതിൽ എല്ലാവരും ദുഃഖം അനുഭവിക്കുന്നു. പിന്നെ ബാബയെ ഓർമ്മിക്കുന്നു. വന്ന് സുഖവും ശാന്തിയും നൽകൂ, ദയ കാണിക്കൂ. പരിധിയില്ലാത്ത ബാബ ദയാഹൃദയനാണ്. രാവണൻ നിർദയത്വം കാണിക്കുന്നവനാണ്. ദുഃഖത്തിൻ്റെ വഴി പറഞ്ഞു തരുന്നവനാണ്. എല്ലാ മനുഷ്യരും ദുഃഖത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നു. ഏറ്റവും വലുതിലും വലിയ ദുഃഖം നൽകുന്നത് കാമവികാരമാണ്. അതിനാൽ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, കാമവികാരത്തിൻ്റെ മേൽ ജയം നേടൂ. അപ്പോൾ ജഗത് ജീത്താകും. ഈ ലക്ഷ്മി നാരായണനെ ജഗത് ജീത്ത് എന്ന് പറയുമല്ലോ. നിങ്ങളുടെ മുന്നിൽ എയിം ഓബ്ജക്റ്റ് നിൽക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, എന്നാൽ അവരുടെ ബയോഗ്രഫി ഒന്നും അറിയുന്നില്ല. പാവകളുടെ പൂജ നടക്കുന്നത് പോലെയാണ്. ദേവിമാരെ പൂജിക്കുന്നു. രചിച്ച് നല്ലവണ്ണം അലങ്കരിച്ച ശേഷം ഭോഗം മറ്റും അർപ്പിക്കുന്നു. എന്നാൽ ആ ദേവിമാർ ഒന്നും കഴിക്കുന്നില്ല. കഴിക്കുന്നത് ബ്രാഹ്മണരാണ്. ക്രിയേറ്റ് ചെയ്ത് പിന്നെ പാലിച്ച് വിനാശം ചെയ്യുന്നു.
ഇതിനെ അന്ധവിശ്വാസം എന്ന് പറയുന്നു. സത്യയുഗത്തിൽ ഈ കാര്യങ്ങളേയില്ല. ഈ എല്ലാ ആചാരരീതികളും ഇറങ്ങുന്നത് കലിയുഗത്തിലാണ്. നിങ്ങൾ ആദ്യം ഒരു ശിവ് ബാബയെ പൂജിക്കുന്നു. അതിനെ അവ്യഭിചാരി റൈറ്റിയസ് പൂജ എന്ന് പറയുന്നു. പിന്നെ നടക്കുന്നത് വ്യഭിചാരി പൂജയാണ്. ബാബ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ പരിവാരത്തിൻ്റെ സുഗന്ധം വരുന്നു. നിങ്ങളും പറയുന്നുവല്ലോ, നീ മാതാവും പിതാവുമാണ്. നിന്റെ ഈ ജ്ഞാനം നൽകുന്നതിൻ്റെ കൃപയിലൂടെ നമുക്ക് അളവറ്റ സുഖം ലഭിക്കുന്നു. ബുദ്ധിയിൽ ഓർമ്മയുണ്ട്, നമ്മൾ ആദ്യം മൂലവതനത്തിലായിരുന്നു. അവിടെ നിന്നും ഇവിടെ വരുന്നു ശരീരമെടുത്ത് പാട്ട് അഭിനയിക്കുവാൻ. ആദ്യം നമ്മൾ ദേവതാ വസ്ത്രം സ്വീകരിക്കുന്നു, അതായത് ദേവത എന്ന് വിളിക്കപ്പെടുന്നു. പിന്നെ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വർണ്ണങ്ങളിൽ വന്ന് ഭിന്ന പാട്ട് അഭിനയിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ മുൻപ് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബാബ വന്ന് ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് കുട്ടികളായി നിങ്ങൾക്ക് നൽകി. തൻ്റെയും നോളജ് നൽകി. ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇദ്ദേഹം തൻ്റെ 84 ജന്മങ്ങളെ അറിഞ്ഞിരുന്നില്ല. നിങ്ങളും അറിഞ്ഞിരുന്നില്ല. ശ്യാമസുന്ദരം എന്നതിൻ്റെ രഹസ്യവും മനസ്സിലാക്കിച്ചു തന്നു. ഈ ശ്രീകൃഷ്ണൻ പുതിയ ലോകത്തിൻ്റെ ആദ്യത്തെ പ്രിൻസും രാധ സെക്കൻഡ് നമ്പറിലുമാണ്. അല്പം വർഷങ്ങളുടെ വ്യത്യാസമുണ്ടായിരിക്കും. സൃഷ്ടിയുടെ ആദിയിൽ ഇവരെ ആദ്യ നമ്പറിലുള്ളവർ എന്ന് പറയുന്നു. അതിനാൽ തന്നെയാണ് ശ്രീകൃഷ്ണനെ എല്ലാവരും സ്നേഹിക്കുന്നത്. ഈ ഒന്നിനെ തന്നെയാണ് ശ്യാമവും സുന്ദരവും എന്ന് പറയുന്നത്. സ്വർഗത്തിൽ എല്ലാവരും സുന്ദരം തന്നെയായിരുന്നു. ഇപ്പോൾ സ്വർഗം എവിടെയാണുള്ളത്? ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സമുദ്രത്തിന് താഴേക്ക് പോകുന്നു എന്നൊന്നുമല്ല. ഏതുപോലെ ലങ്കയും ദ്വാരകയും താഴേക്ക് പോയി എന്ന് പറയുന്നു, അങ്ങനെയല്ല. ഈ ചക്രം തിരിയുന്നു. ഈ ചക്രത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി മഹാരാജാവും മഹാറാണിയും വിശ്വത്തിൻ്റെ അധികാരിയുമാകുന്നു. പ്രജകളും സ്വയം അധികാരിയായി മനസ്സിലാക്കുന്നുവല്ലോ. നമ്മുടെ രാജ്യമാണ് എന്ന് പറയും. ഭാരതവാസികൾ പറയും നമ്മുടെ രാജ്യമാണ്. ഭാരതം എന്ന പേരുണ്ട്. ഹിന്ദുസ്ഥാൻ എന്ന പേര് റോങ് ആണ്. വാസ്തവത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മം തന്നെയാണ്. എന്നാൽ ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവും ആയത് കാരണം സ്വയം തന്നെ ദേവത എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. അല്ലെങ്കിൽ പിന്നെ ബാബ എങ്ങനെയാണ് വന്ന് വീണ്ടും ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപനം ചെയ്യുന്നത്? മുൻപ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളുടെ അറിവുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഇങ്ങനെയുള്ള മധുരമായ ബാബയാണ്. ആ ഒന്നിനെയും നിങ്ങൾ മറന്നു പോകുന്നു. ഏറ്റവും മധുരം ബാബയാണല്ലോ. ബാക്കി രാവണ രാജ്യത്തിൽ എല്ലാവരും നിങ്ങൾക്ക് ദുഃഖം തന്നെയാണ് നൽകുന്നത്. അതിനാൽ പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നു. ആ ഒന്നിൻ്റെ ഓർമ്മയിൽ സ്നേഹത്തിൽ കണ്ണുനീരൊഴുക്കുന്നു. ഹേ പ്രിയതമ, എപ്പോൾ വന്ന് പ്രിയതമമാരുമായി കണ്ടുമുട്ടും? കാരണം നിങ്ങളെല്ലാവരും ഭക്തരാണ്. ഭക്തരുടെ പതിയാണ് ഭഗവാൻ. ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം നൽകുന്നു, വഴി പറഞ്ഞു തരുന്നു, മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു. ഇത് 5000 വർഷത്തിൻ്റെ കളിയാണ്. രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും ഒരു മനുഷ്യനും അറിയുന്നില്ല. ആത്മീയ പിതാവും ആത്മീയ കുട്ടികളും തന്നെയാണ് അറിയുന്നത്. ഏതെങ്കിലും മനുഷ്യൻ അറിയുന്നില്ല, ദേവതമാരും അറിയുന്നില്ല. ഇത് സ്പിരിച്വൽ ഫാദർ തന്നെയാണ് അറിയുന്നത്. ആ ഒന്ന് തൻ്റെ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റേതെങ്കിലും ദേഹധാരിയുടെ അടുക്കൽ ഈ രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും നോളജ് ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഈ നോളജ് ഉണ്ടായിരിക്കുന്നത് ആത്മീയ പിതാവിൻ്റെ അടുക്കലാണ്. ആ ഒന്നിനെ തന്നെയാണ് ജ്ഞാനേശ്വരൻ എന്ന് പറയുന്നത്. ജ്ഞാനേശ്വരൻ നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു, രാജേശ്വരൻ ആക്കുന്നതിനായി. അതിനാൽ ഇതിനെ രാജയോഗം എന്ന് പറയുന്നു.
പിന്നെ അതെല്ലാം ഹഠയോഗമാണ്. ഹഠയോഗികളുടെയും ചിത്രം ധാരാളമുണ്ട്. സന്യാസിമാർ എപ്പോൾ വരുന്നുവോ അവർ വന്ന ശേഷം ഹഠയോഗം പഠിപ്പിക്കുന്നു. എപ്പോഴാണോ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നത് അപ്പോൾ ഹഠയോഗവും മറ്റും പഠിപ്പിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഞാൻ വരുന്നത് തന്നെ സംഗമത്തിലാണ്. വന്ന് രാജധാനി സ്ഥാപിക്കുന്നു. സ്ഥാപന ഇവിടെയാണ് ചെയ്യുന്നത്, സത്യയുഗത്തിലല്ല. സത്യയുഗത്തിൻ്റെ ആദിയിൽ രാജ്യമാണ്. അപ്പോൾ തീർച്ചയായും സംഗമത്തിലാണ് സ്ഥാപന ഉണ്ടാകുന്നത്. ഇവിടെ കലിയുഗത്തിൽ എല്ലാവരും പൂജാരിയാണ്, സത്യയുഗത്തിൽ പൂജ്യരാണ്. അപ്പോൾ ബാബ പൂജ്യരാക്കുന്നതിനായി വരുന്നു. പൂജാരിയാക്കുന്നവൻ രാവണനാണ്. ഇതെല്ലാം അറിയേണ്ടതുണ്ടല്ലോ. ഇത് ഉയർന്നതിലും ഉയർന്ന പഠനമാണ്. ഈ ടീച്ചറിനെ ആരും അറിയുന്നില്ല. അത് സുപ്രീം പിതാവുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ഇത് ആരും അറിയുന്നില്ല. ബാബ തന്നെയാണ് വന്ന് തൻ്റെ പൂർണ്ണ പരിചയം നൽകുന്നത്. കുട്ടികളെ സ്വയം പഠിപ്പിച്ച ശേഷം കൂടെ കൊണ്ടുപോകുന്നു. പരിധിയില്ലാത്ത ബാബയുടെ സ്നേഹം ലഭിക്കുന്നു. അപ്പോൾ പിന്നെ മറ്റൊരു സ്നേഹവും ഇഷ്ടം തോന്നുന്നില്ല. ഈ സമയത്ത് അസത്യഖണ്ഡം തന്നെയാണ്. മായയും അസത്യം, ദേഹവും അസത്യം. ഭാരതം ഇപ്പോൾ അസത്യഖണ്ഡമാണ്. പിന്നെ സത്യയുഗത്തിൽ സത്യഖണ്ഡമായിരിക്കും. ഭാരതം ഒരിക്കലും വിനാശം പ്രാപിക്കുന്നില്ല. ഇത് ഏറ്റവും വലുതിലും വലിയ തീർത്ഥസ്ഥാനമാണ്. ഇവിടെ പരിധിയില്ലാത്ത ബാബ കുട്ടികൾക്കിരുന്ന് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. സർവരുടെയും സദ്ഗതിയും ചെയ്യുന്നു. ഇത് വളരെ വലിയ തീർത്ഥസ്ഥാനമാണ്. ഭാരതത്തിൻ്റെ മഹിമ അപരമപാരമാണ്. എന്നാൽ ഇതും നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഭാരതം വണ്ടർ ഓഫ് വേൾഡാണ്. മറ്റത് മായയുടെ 7 വണ്ടേഴ്സാണ്. ഈശ്വരൻ്റെ വണ്ടർ ഒന്ന് തന്നെയാണ്. ബാബ ഒന്നാണ്. ആ ഒന്നിൻ്റെ വണ്ടർഫുൾ സ്വർഗവും ഒന്നാണ്. അതിനെ തന്നെയാണ് ഹെവൻ, പാരഡൈസ് എന്ന് പറയുന്നത്. സത്യസത്യമായ നാമം ഒന്ന് തന്നെയാണ് സ്വർഗം. ഇത് നരകമാണ്. ഓൾറൗണ്ട് ചക്രം കറങ്ങുന്നത് ബ്രാഹ്മണരായ നിങ്ങൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ബ്രാഹ്മണൻ. നമ്മൾ തന്നെയാണ് ദേവത. കയറുന്ന കലയും ഇറങ്ങുന്ന കലയും. കയറുന്ന കലയും നിന്റെ കൃപയിലൂടെ സർവരുടെയും നന്മ. ഭാരതവാസികൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വിശ്വത്തിൽ ശാന്തിയും ഉണ്ടാകണം, സുഖവും ഉണ്ടാകണം. സ്വർഗത്തിൽ സുഖം തന്നെയാണുള്ളത്, ദുഃഖത്തിൻ്റെ പേരില്ല. അതിനെ പറയുന്നത് ഈശ്വരീയ രാജ്യം എന്നാണ്. സത്യയുഗത്തിൽ സൂര്യവംശികളാണ്. പിന്നെ 2nd ഗ്രേഡിലാണ് ചന്ദ്രവംശി. നിങ്ങൾ ആസ്തികരാണ്, അവർ നാസ്തികരാണ്. നിങ്ങൾ പ്രഭുവിൻ്റേതായി ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. നിങ്ങളുടെ മായയോടുള്ള ഗുപ്ത യുദ്ധം നടക്കുന്നു. ബാബ വരുന്നത് രാത്രിയിലാണ്. ശിവരാത്രി ഉണ്ടല്ലോ. എന്നാൽ ശിവന്റെ രാത്രി എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ബ്രഹ്മാവിൻ്റെ രാത്രി പൂർത്തിയാകുന്നു, പകൽ ആരംഭിക്കുന്നു. അവർ പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച. ഇത് ശിവഭഗവാൻ ഉവാചയാണ്. ഇപ്പോൾ റൈറ്റ് ആരാണ്? ശ്രീകൃഷ്ണൻ മുഴുവൻ 84 ജന്മങ്ങളും എടുക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വരുന്നത് സാധാരണ വൃദ്ധ ശരീരത്തിലാണ്. ഇദ്ദേഹവും തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ എപ്പോഴാണോ പതീതമായി മാറുന്നത് അപ്പോൾ പതീത സൃഷ്ടിയിൽ പതീത രാജ്യത്തിൽ വരുന്നു. പതീത ലോകത്തിൽ അനേകം രാജ്യമുണ്ട്. പാവന ലോകത്തിൽ ഒരു രാജ്യമേ ഉള്ളൂ. കണക്കുണ്ടല്ലോ. ഭക്തിമാർഗത്തിൽ എപ്പോഴാണോ നൗത ഭക്തി ചെയ്യുന്നത്, ശിരസ് ഛേദിക്കാൻ പോകുന്നത്, അപ്പോൾ അവരുടെ മനോകാമന പൂർത്തിയാകുന്നു. ബാക്കി അതിൽ ഒന്നും വെച്ചിട്ടില്ല. അതിനെ പറയുന്നത് നൗത ഭക്തി എന്നാണ്. എപ്പോൾ മുതൽ രാവണ രാജ്യം ആരംഭിക്കുന്നു അപ്പോൾ മുതൽ ഭക്തിയുടെ കർമ്മകാണ്ഡത്തിൻ്റെ കാര്യങ്ങൾ മനുഷ്യർ പഠിച്ച് താഴേക്ക് വരുന്നു. വ്യാസ ഭഗവാൻ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയതായി പറയുന്നു. എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്? ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെ രഹസ്യം ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കി.
ഏണിപ്പടിയിലും വൃക്ഷത്തിലും ഈ എല്ലാ അറിവുമുണ്ട്. അതിൽ 84 ജന്മങ്ങളും കാണിച്ചിരിക്കുകയാണ്. എല്ലാവരും 84 ജന്മം എടുക്കുന്നില്ല. ആര് തുടക്കത്തിൽ വന്നിട്ടുണ്ടാകുമോ അവർ തന്നെയാണ് മുഴുവൻ 84 ജന്മവും എടുക്കുന്നത്. ഈ നോളജ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ സോഴ്സ് ഓഫ് ഇൻകം ആകുന്നു. 21 ജന്മം ഒരു അപ്രാപ്തമായ വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. അതിനെ പറയുന്നത് ബാബയുടെ ഒരേ ഒരു സ്വർഗം എന്നാണ്. വണ്ടർ ഓഫ് ദ വേൾഡ് ആണ്. പേര് തന്നെ പാരഡൈസ് എന്നാണ്. ബാബ അതിൻ്റെ അധികാരിയാക്കുന്നു. അവരാണെങ്കിൽ കേവലം വണ്ടേഴ്സ് കാണിക്കുന്നു. എന്നാൽ നിങ്ങളെ ബാബ അതിൻ്റെ അധികാരിയാക്കുന്നു. അതിനാൽ ഇപ്പോൾ ബാബ പറയുന്നു, നിരന്തരം എന്നെ ഓർമ്മിക്കൂ. ഓർമ്മിച്ച് സുഖം നേടൂ. ശരീരത്തിൻ്റെ എല്ലാ കലഹക്ലേശങ്ങളും മായട്ടെ. ജീവൻ മുക്തി പദവി നേടൂ. പവിത്രമാകുന്നതിനായി ഓർമ്മയുടെ യാത്രയും വളരെ ആവശ്യമാണ്. മന്മനാഭവ. അപ്പോൾ പിന്നെ അന്തമതി സ്വഗതി ഉണ്ടാകും. ഗതി എന്ന് പറയുന്നത് ശാന്തിധാമത്തെയാണ്. സദ്ഗതി ഉണ്ടാകുന്നത് ഇവിടെയാണ്. സദ്ഗതിയുടെ എഗെയിൻസ്റ്റ് ആണ് ദുർഗതി. ഇപ്പോൾ നിങ്ങൾ ബാബയെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ബാബയുടെ സ്നേഹം ലഭിക്കുന്നു. ബാബ ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുന്നു. മുന്നിൽ വന്നു തന്നെ നോളജ് കേൾപ്പിക്കുമല്ലോ. ഇതിൽ പ്രേരണയുടെ ഒരു കാര്യവുമില്ല. ബാബ ഡയറക്ഷൻ നൽകുന്നു. ഇങ്ങനെ ഓർമ്മിക്കുന്നതിലൂടെ ശക്തി ലഭിക്കും. ഇതുപോലെ ബാറ്ററി ചാർജ് ആകുന്നുവല്ലോ. ഇത് മോട്ടോറാണ്. ഇതിൻ്റെ ബാറ്ററി ഡള്ളായിപ്പോയി. ഇപ്പോൾ സർവശക്തിവാനായ ബാബയുമായി ബുദ്ധിയുടെ യോഗം ചേർക്കുന്നതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. ബാറ്ററി ചാർജ് ആകും. ബാബ തന്നെയാണ് വന്ന് എല്ലാവരുടെയും ബാറ്ററി ചാർജ് ആക്കുന്നത്. സർവശക്തിവാൻ ബാബ തന്നെയാണ്. ഈ മധുരമായ കാര്യങ്ങൾ ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ആ ഭക്തിയുടെ ശാസ്ത്രങ്ങളാണെങ്കിൽ ജന്മജന്മാന്തരം പഠിച്ചു വന്നു. ഇപ്പോൾ ബാബ എല്ലാ ധർമ്മത്തിലുള്ളവർക്ക് വേണ്ടിയും ഒരേ ഒരു കാര്യം കേൾപ്പിക്കുന്നു. പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. ഇപ്പോൾ ഓർമ്മിക്കുക എന്നത് കുട്ടികളായ നിങ്ങളുടെ ജോലിയാണ്. ഇതിൽ കുഴങ്ങിപ്പോകുന്നതിൻ്റെ കാര്യമേ ഇല്ല. പതീത പാവനൻ ഒരു പിതാവ് തന്നെയാണ്. പിന്നെ പാവനുമായി എല്ലാവരും വീട്ടിലേക്ക് പോകും. എല്ലാവർക്കുമുള്ള നോളജാണിത്. ഇതാണ് സഹജ രാജയോഗവും സഹജ ജ്ഞാനവും. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സർവശക്തിവാനായ ബാബയുമായി തൻ്റെ ബുദ്ധിയോഗം യോജിപ്പിച്ച് ബാറ്ററി ചാർജ് ചെയ്യണം. ആത്മാവിനെ സതോ പ്രധാനമാക്കണം. ഓർമ്മയുടെ യാത്രയിൽ ഒരിക്കലും കുഴങ്ങിപ്പോകരുത്. പഠനം പഠിച്ച് സ്വയം തൻ്റെ മേൽ സ്വയമേ കൃപ കാണിക്കണം. ബാബയ്ക്ക് സമാനം സ്നേഹത്തിൻ്റെ സാഗരമാകണം. ഏതുപോലെ ബാബയുടെ സ്നേഹം അവിനാശിയാണ്, അതേപോലെ എല്ലാവരോടും അവിനാശിയായ സത്യമായ സ്നേഹം വയ്ക്കണം. മോഹജീത് ആകണം. വരദാനം. റിയലൈസേഷൻ്റെ ശക്തിയിലൂടെ മധുരമായ അനുഭവം നേടുന്ന സദാ ശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ. ഈ റിയലൈസേഷൻ്റെ ശക്തി വളരെ മധുരമായ അനുഭവം ഉണ്ടാക്കിക്കുന്നു. ചിലപ്പോൾ സ്വയം ബാബയുടെ കണ്ണുകളിലെ പ്രകാശരത്ന ആത്മാവായി, അതായത് കണ്ണുകളിൽ ലയിച്ചിരിക്കുന്ന ശ്രേഷ്ഠ ബിന്ദുവായി അനുഭവിക്കൂ. ചിലപ്പോൾ മസ്തകത്തിൽ തിളങ്ങുന്ന മസ്തകമണിയായും, ചിലപ്പോൾ സ്വയം തന്നെ ബ്രഹ്മബാബയുടെ സഹയോഗി റൈറ്റ് ഹാൻഡായും ബ്രഹ്മാവിൻ്റെ ഭുജങ്ങളായും അനുഭവിക്കൂ. ചിലപ്പോൾ അവ്യക്ത ഫരിസ്ത സ്വരൂപത്തിൽ അനുഭവിക്കൂ. ഈ റിയലൈസേഷൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കൂ. അപ്പോൾ ശക്തിശാലിയായി മാറും.
പിന്നെ ചെറിയ ഒരു അടയാളം പോലും സ്പഷ്ടമായി കാണപ്പെടും, അതിനെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യും. സ്ലോഗൻ: സർവരുടെയും ഹൃദയത്തിലെ ആശീർവാദങ്ങൾ നേടിക്കൊണ്ടേ പോകൂ, അപ്പോൾ താങ്കളുടെ പുരുഷാർത്ഥം സഹജമാകും. ഓം ശാന്തി. ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ, സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂല ദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ. ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിൽ ബാപ് ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ് ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ. വീണ്ടും സങ്കൽപ്പിക്കൂ, ആത്മാവായ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശബിന്ദുവായി സഞ്ചരിക്കുന്നു. ബുദ്ധി കൊണ്ട് ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യപ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവ് ബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ. വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അരികിൽ നിന്നും ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ
സൂക്ഷ്മ ശരീരസഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു.